ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടാ പറഞ്ഞു, അച്ഛ അമ്മ എനിക്കൊരു അനിയനെ വേണം, അവൻ അനിയനെ വേണമെന്നാ പറഞ്ഞു. വീട്ടിൽ പോയില്ല എവിടെ ഞാൻ സൂചിച്ചേട്ടൻ മോനെ കാണാൻ. പിന്നെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ, അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അവനെ പാട്ട് പാടുകയൊക്കെ ഉറക്കുമായിരുന്നു, അവൻ്റെ അടുത്ത് സംസാരിക്കും. കുഞ്ഞു കൊച്ചല്ലായിരുന്നു. കുഞ്ഞു വന്നിട്ടും കിച്ചുവിനായിരുന്നു എനിക്ക് കിച്ചു ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചു. നിങ്ങൾ ചേർത്തി എന്നോട് കിച്ചോട് അല്ല ഇതെന്റെ അമ്മയാന്ന് പറഞ്ഞു. ആ അമ്മയായിരുന്നു. വീട്ടില് കള്ളം പറഞ്ഞിട്ട് എല്ലാ ദിവസവും സൂചേട്ടൻ പോലെ പോയി എറണാകുളത്ത് പോയി ഒരു ദിവസം. എന്ത് പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്? ഹോസ്റ്റലിൽ പോവാന്ന്. ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, ഞാൻ ഐഡിയയുടെ കസ്റ്റമർ കെയർ നിന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ പോയി, അവിടെ ആന്റി ആയിട്ട് മച്ചാ വർഗീസ് ചേട്ടന്റെ വൈഫായിട്ട് നല്ല കൂട്ടം. അവരുടെ വീട്ടിലാണ് ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിന്നത്. അപ്പൊ ആന്റിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു ഇവിടുന്ന് പോകും. ആന്റി അറിയുന്നില്ല, ഇപ്പൊ അറിഞ്ഞു കാണും. ആന്റി അറിയുന്നില്ല ഇത്. വീട്ടിൽ പോയില്ല എവിടെ ഞാൻ സൂചിച്ചേട്ടൻ മോനെ കാണാൻ. പിന്നെ ഞങ്ങള് വീഗാലാൻഡ് ആയിരുന്നു പണ്ടല്ല. അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ച് റൂമിൽ വരും. പിന്നെ പിറ്റേ ദിവസം എന്നെ പറഞ്ഞു വിടും, അവരെ കൊല്ലത്തോട്ട് പോകും. അങ്ങനെയൊക്കെ. അങ്ങനെ. അപ്പം കിച്ചു എന്താ പറയാ, ചേച്ചി ഇങ്ങനെ കാണാൻ ചെല്ലുന്ന സമയത്ത് ചേച്ചിക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കുക, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാ? വാങ്ങിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സോ കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് പോവായിരുന്നു. പിന്നെ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ, അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട്. ആറി പിടിക്കുന്ന കുട്ടിയല്ലേ. പിന്നെ അവനെ പാട്ട് പാടുകയൊക്കെ ഉറക്കുമായിരുന്നു, അവൻ്റെ അടുത്ത് സംസാരിക്കുക. കുഞ്ഞു കൊച്ചല്ലായിരുന്നു അന്ന്. അങ്ങനെ ഞാനിപ്പോഴും അതെല്ലാം ഓർക്കുന്നുണ്ട്. പിന്നെ ഒരു ഷർട്ട് മേടിച്ചോണ്ട് പോയായിരുന്നു. അതിട്ട് അവൻ ഫോട്ടോ ഇങ്ങനെ ഭിത്തിയിൽ അവിടെ നിന്നൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചൊരു ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് എടുത്തു. അത് ഫേസ്ബുക്കിൽ എന്തോ കിടപ്പുണ്ടെന്ന് തോന്നുന്നു പണ്ടത്തെ. ഞാൻ ആദ്യമായിട്ട് അവന്റെ ഫോട്ടോ എടുത്തു. അങ്ങനെയാണ്. ചേച്ചി ഈ സുചേട്ടന് വേണ്ടി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ തന്നെ ആണെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ആരാന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വൈഫാന്നാ പറയുന്നത്. അന്നേരം വൈഫാന്നാ പറയുന്നത്. അതായത് സുചേട്ടന്റെ വൈഫിന് അങ്ങനെ ഡീറ്റെയിൽ ഒന്നും മറ്റുള്ളവർക്ക് അന്നൊന്നും ടമർപ്പടാറില്ലടാ. പിന്നെ വീഗാലാൻഡ് വണ്ടലായി പോയപ്പോ ഒരു ചേച്ചി ചോദിച്ചു, നിങ്ങൾ ചേർത്തി എന്നോട് കിച്ചോട് അല്ല ഇതെന്റെ അമ്മയാന്ന് പറഞ്ഞു. ആ അമ്മയായിരുന്നു. ആ അമ്മയാന്ന് പറയാം. എപ്പോഴും ഇങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ നിരങ്ങി പോകുന്ന ഞങ്ങനെ സുചേട്ടൻ വാതിക്ക് അവിടെ വാഴി നിൽക്കുക, ഞങ്ങൾ എന്തെങ്കിലും കളിക്കുക. അപ്പത്തേന് ആര് ഇത് ചേച്ചിയാണോ? അല്ലല്ല ഇതെന്റെ അമ്മയാന്ന് പറഞ്ഞവൻ. അങ്ങനെ. അതെ, ഈ പറയുന്ന പോലെ ഈ ഒരു പ്രണയത്തിലിരിക്കുന്ന സമയത്ത് ആരാണ് ഫസ്റ്റ് കല്യാണം കഴിക്കാം എന്നത്? അതായത് കൂട്ടുകാർ പറയുന്ന അല്ലാണ്ട് നിങ്ങളുടെ ഇടയിൽ അതിനൊരു ചർച്ച? സുചേട്ടൻ തന്നെയാണ് നമുക്ക് കല്യാണം കഴിക്കണം പറഞ്ഞു. സുചേട്ടനാണ് പറഞ്ഞത്. എല്ലാരെയും അറിയിച്ചൊരു കല്യാണം ഇല്ലാതെ പറ്റില്ല, നമുക്ക് കല്യാണം കഴിക്കണം സുചേട്ടൻ പറഞ്ഞു. എല്ലാരെയും അറിയിച്ച് കല്യാണം നടത്തണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല? അങ്ങനെ ആദ്യം ഇല്ല, അത് പേടിയായിരുന്നു. എങ്ങനെ ഇത് പറയും എന്നുള്ള ഇത്, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണ് രേണു. അതൊക്കെ ആൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ആൾക്ക് സ്നേഹിച്ചു ആള്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടോ സുധിച്ചേട്ടൻ? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അല്ലല്ല, സുധിച്ചേട്ടനായിട്ട് ചോദിച്ചിട്ടുണ്ടോ നീ ഓക്കെ അല്ലേ, അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നീ എല്ലാം കൊണ്ട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് നമ്മള് സംഭവിച്ചത് തന്നെ. ഓക്കെ ആണ് ചോദിച്ചേട്ടാ, ഒന്നും ഇനി ചിന്തിക്കാനില്ല, നിങ്ങളുടെ വൈഫ് തന്നെയാണ് എന്ന്. അതുപോലെ കുഞ്ഞുണ്ടായത് പോലും കിച്ചു പറഞ്ഞിട്ടാണ്. അത് ഞാൻ പറയാം. കാരണം അന്ന് വരെ നമുക്ക് കിച്ചു മാത്രം മതി എന്നുള്ള ഒരൊറ്റ ഇതിലായിരുന്നു. സീരിയസ്ലി കിച്ചു മാത്രം. അത് സുചേട്ടന് പറയാം, എനിക്കും അറിയാം. കിച്ചുവിന് അറിയാമെന്നറിയില്ല, അവനോട് പറഞ്ഞിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ 3 കൂട്ടുകാരെ പോലായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യായിരുന്നു. കിച്ചുവിനോട് പോലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. കുഞ്ഞായിരുന്നു, ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടാ പറഞ്ഞു, അച്ഛ അമ്മ എനിക്കൊരു അനിയനെ വേണം, അവൻ അനിയനെ വേണമെന്നാ പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞിനെ പറ്റി പോലും ഞങ്ങൾ ചിന്തിച്ചത് തന്നെ. കിച്ചു പറഞ്ഞിട്ടാണ്. അത് കിച്ചുവിനെ അറിയാം, നന്നായിട്ട് അറിയാം. അതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വാവട്ടെ നമുക്ക് വേറെ കുഞ്ഞൊന്നും വേണ്ട കേട്ടോ, സത്യം നമുക്ക് വേറെ കുഞ്ഞൊന്നും വേണ്ട, നമ്മുടെ കിച്ചു. ഞാൻ സുധിച്ചേട്ടാ പറയണ പോലെ തന്നെ നമ്മുടെ കിച്ചു മാത്രം മതി നമുക്ക്. സത്യം, ദൈവ സത്യമായിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ചു വീഴട്ടെ, ഈ പറഞ്ഞ സത്യം അല്ലെങ്കിൽ. ചേച്ചിക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണം അങ്ങനെ തോന്നിയിട്ടുണ്ടായില്ല? തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ കിച്ചുവിന് വേണ്ടിയിട്ട് അതുപോലും ഞാൻ ഉപേക്ഷിച്ചായിരുന്നു. വേണ്ട, ദൈവസത്യം, കിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ട, അവനെ വിഷമിപ്പിക്കരുത് എന്നോർത്ത്. പക്ഷെ എന്നാലും അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ അച്ഛ എനിക്കൊരു അനിയനെ വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ കാര്യം പോലും പ്ലാനിങ്ങിന് വന്നത്. അപ്പൊ ആ കുഞ്ഞ് വന്നപ്പോ അവന് ഭയങ്കര സന്തോഷം. അനിയൻ തന്നെയാണെന്നാണ് അവൻ. സൂചേട്ടൻ എന്ന് പറഞ്ഞ പെണ്ണാന്ന്, പെൺകുട്ടി എന്തോ ഒരു പേരൊക്കെ പറയാമായിരുന്നു സൂചേട്ടൻ. പെൺകുട്ടിയാ. അപ്പൊ കിച്ചു പറയാം, പിന്നെ ഒന്ന് പോയെ അച്ഛ ഇത് അമ്മയുടെ, എനിക്ക് എന്റെ അനിയനാ വരുന്നത്, അമ്മയുടെ പറ്റി അനിയനാന്ന് പറയുമായിരുന്നു. കിച്ചുവിനോടുള്ള സ്നേഹം പകുത്തു പോവോന്ന് ആ ടെൻഷനാണോ? എനിക്കറിയില്ല. സുചേട്ടൻ എന്താണോ ഒന്ന് അങ്ങനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ കിച്ചുവായിട്ട് പറഞ്ഞു. പക്ഷെ കുഞ്ഞ് വന്നിട്ടും കിച്ചുവിനായിരുന്നു എനിക്ക് കിച്ചു ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചു.
കിച്ചു തന്നെ, കിച്ചു കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് എന്നാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. അത് പകത്തു എന്താന്നൊന്നും അറിയത്തില്ല. എന്തായാലും പറഞ്ഞത് നമുക്ക് വേറെ കുഞ്ഞ് വേണ്ട, അവനിനി വിഷമാവോന്ന് ഓർത്തിട്ടായിരിക്കണം, അവൻ കുഞ്ഞല്ലേ. പക്ഷെ അവൻ ഇങ്ങോട്ട് പറഞ്ഞു അവന് അനിയനെ വേണം. അവൻ ഇങ്ങോട്ടാണ് പറഞ്ഞു, ഞങ്ങളൊന്നും സംസാരിച്ചില്ല, അവൻ ഇങ്ങോട്ടാണ് പറഞ്ഞത്.